ജാസ്മിനും ഗബ്രിയും ഇപ്പോൾ ഒരുമിച്ച് കാണാറില്ല. അവർ മാറി മാറിയാണ് ഇരിക്കുന്നത്. അവർ സംസാരിക്കുന്നത് വളരെ കുറച്ചാണ്. ഇപ്പോൾ ഈ ജബ്രി പൊളിഞ്ഞതോടുകൂടി ഇങ്ങനെ പുതിയ ആളുകൾ ജാസ്മിൻ്റെ കൂടെയും ഗബ്രിയുടെ കൂടെയും ഒക്കെ ഇങ്ങനെ ഇടപെടാൻ ശ്രമിക്കുന്നതായിട്ട് കാണാം. അപ്പോൾ ഇവിടെ റസ്മിനും അപ്സരയും ഗബ്രിയും ഒരുമിച്ച് ഇരിക്കുകയാണ് ലിവിങ് ഏരിയയിൽ സോഫയിൽ. അപ്പോൾ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഒരു ആക്ട് കാണിക്കുകയാണ്. അതായത് ഇങ്ങനെ പ്രണയം അഭ്യർത്ഥിക്കുന്ന ആ ഒരു രീതി എങ്ങനെയാണെന്നൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് അഭിനയിച്ച് കാണിക്കുന്ന രീതിയിലാണ് ബാഹുബലിയിലെ രാജകുമാരനും രാജകുമാരിയായിട്ട് സങ്കല്പിച്ചൊക്കെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ അപ്സര രാജകുമാരിയായിട്ട് ഗബ്രിയെ കൊണ്ട് പ്രപ്പോസ് ചെയ്യിപ്പിക്കുന്ന രീതിയിലാണ്. അപ്പോൾ ഗബ്രി നല്ല മലയാള സാഹിത്യമൊക്കെ അടിച്ചിങ്ങനെ എനിക്ക് നിന്നെ ഇഷ്ടമാണ്, മനസ്സറിഞ്ഞ് ഞാൻ നിന്നെ കൊണ്ടുപോകും അങ്ങനെയൊക്കെ. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അതേ ഡയലോഗ് നല്ല കറക്റ്റായിട്ട് ഗബ്രി തിരിച്ച് പറയുന്നുണ്ട്. അപ്പോൾ അത് വളരെ നന്നായിട്ട് ഗബ്രി ചെയ്തു. അവസാനം അപ്സരയ്ക്ക് അത് ശരിക്കും ആശ്ചര്യമായിരുന്നു. അപ്സര അവസാനം എണീറ്റിട്ട് ഗബ്രിയുടെ നെറ്റിയിൽ ഉമ്മ കൊടുക്കുന്നത് കാണാമായിരുന്നു. അപ്പോൾ അപ്സരയ്ക്ക് ഗബ്രി ഒരു അനിയനെ പോലെയാണെന്ന് നേരത്തെ മുതൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് ഇപ്പോഴും തുടരുന്നത്. ഈ പ്രപ്പോസ് ചെയ്യുന്ന സമയത്ത് അപ്സര പറയുന്നുണ്ട് രാജകുമാരിയുടെ കയ്യിൽ പിടിച്ച് സംസാരിക്കണം, പ്രപ്പോസ് ചെയ്യണം. അപ്പോൾ ഗബ്രി അത് വിസമ്മതിക്കുകയാണ്. ഗബ്രിക്ക് അത് ചെയ്യണോ വേണ്ടിയോ എന്നറിയാതെ ഇങ്ങനെ ഇനി അടുത്ത ട്വിസ്റ്റ് ആവുമോ എന്നൊക്കെ അറിയാതെ ഗബ്രി അവിടെ അത് വിസമ്മതിച്ച് ഒഴിഞ്ഞു മാറുകയാണ് ഉണ്ടായത്. എന്തായാലും ജാസ്മിൻ്റെ അഭാവത്തിൽ ഈ ഗബ്രിയുടെ കൂടെ സ്ക്രീൻ സ്പേസ് ഈ ഒരു സാഹചര്യത്തിൽ കൂടുതൽ ശ്രദ്ധ കിട്ടുമെന്ന് അപ്സരയ്ക്ക് അറിയാം. അത് നല്ലവണ്ണം അപ്സര അവിടെ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അതിനിടയ്ക്ക് രംഗം കൊഴിപ്പിക്കാൻ റസ്മിൻ ശ്രമിക്കുന്നുണ്ട്. ഗബ്രിയോട് നീ ഭയങ്കര റൊമാൻറ്റിക് ആയിട്ടാണല്ലോ പ്രപ്പോസ് ചെയ്തതെന്ന് പറയുന്നു. അപ്സരയോട് പറയുകയാണ് നീ വീണു പോയോ എൻ്റെ ഈ പ്രണയാഭ്യർത്ഥന കേട്ടിട്ട് എന്നൊക്കെ അപ്സരയോട് ചോദിക്കുന്നുണ്ട്. അപ്സര പറയുന്നു ഞാൻ വീണൊന്നുമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പുറത്ത് അടുക്കളയുടെ ഭാഗത്ത് ജാസ്മിൻ ഉരുളക്കിഴങ്ങ് പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. അബി കെയോട് എന്തൊക്കെയോ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും കാര്യങ്ങൾ മാറി മറിയുകയാണ്. പുതിയ കൂട്ടുകെട്ടുകളും മേച്ചിൽപ്പുറങ്ങളും തേടി ഗബ്രിയും ജാസ്മിനും അലയുകയാണ്.